ഇതിലെ കൊണ്ടുപോകാനും. പക്ഷെ ഇൻസിഡന്റ് നടന്നു വന്നിട്ട് ഇവൻ ലാസ്റ്റ് ഗൂഗിൾ പേ ചെയ്ത ടൈം ഉണ്ട്. നമ്മുടെ ഇവന്റെ ഫോൺ കൈ കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. 7:11 ആള് ആ മെയിൻ റോഡ് നിങ്ങൾ കയറുന്നില്ല, ആ മെയിൻ റോഡിൽ ഗൂഗിൾ പേ ചെയ്തിട്ടുള്ളത് കടയിൽ. അവിടെ ഒരു 10. ഹായ് ഗൈസ്, പല വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുമെങ്കിലും ഞാൻ സംസാരിച്ചതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വിഷയമാണത്. കാരണം ഈ നമ്മുടെ ആൻമേരി എന്ന് പറയുന്ന യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ അനിയനായിട്ടുള്ള അലൻ ആനയുടെ ചവിട്ടിയിട്ട് മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിരുന്നു. എനിക്ക് ഭയങ്കര കുറവാണ് വ്യൂ. പക്ഷേ ഞാൻ ഈ വീഡിയോ അന്നും എടുത്തു, ഇന്നും ഞാൻ ഈ വീഡിയോ പറ്റി എടുക്കുന്നു. കാരണം ഞാൻ ഇന്നലെ രാത്രി എങ്ങാനുമാണ് ആൻമേരിയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ റിലേറ്റഡ് ടു ഈ കേസ് വന്നത്. എനിക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനിൽ വന്നു. അപ്പം തന്നെ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം തോന്നി. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു വയനാട്ടുകാരിയാണ്. അപ്പോൾ എനിക്ക് ഈ ഇഷ്യൂ ഭയങ്കര കണക്റ്റഡാണ്. ഞങ്ങൾക്ക് കൃഷിയുണ്ട്. ഞങ്ങളുടെ കൃഷീൻ്റെ ഇടയിൽ ഈ പന്നി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ കൃഷി നശിപ്പിക്കലുണ്ട്. പിന്നെ രണ്ടാമത്തത്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കടുവ ഇറങ്ങി എന്ന് കേൾക്കുക. ചിലപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലോട്ട് നടന്നു പോകുന്ന സമയത്ത് ഞാൻ മാനിനെ ഒക്കെ ഞാൻ കാണലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയനാടിൽ തന്നെ ഒരുപാട് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ട്. ആന ചവിട്ടി, ആന കുത്തി, ആന വീട്ടിൽ കയറി, ആന ഇത് നശിപ്പിച്ചു, ആന മെയിൻ റോഡിൽ ഇറങ്ങി. ഇവൻ ഞങ്ങൾ ബസ് കയറുന്ന ഗ്യാരേജിന് മുമ്പിൽ ആന വന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വരെ ഉണ്ട്. അപ്പം എനിക്കിതിൻ്റെ സീരിയസ്നെസ് അറിയാം, ഇതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അപ്പം ഇങ്ങനത്തെ ന്യൂസ് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വളരെ വിഷമത്തോടു കൂടി അഡ്രസ്സ് ചെയ്ത, അല്ലെങ്കിൽ കേട്ട സമയം നെഞ്ച് തന്നെ തകർന്ന ഒരു ന്യൂസായിരുന്നു ആൻമേരീൻ്റെ അനിയൻ്റെ. കാരണം അനിയനും അമ്മയും കൂടെ പോയി, അമ്മേനെ ആന അറ്റാക്ക് ചെയ്യാൻ വന്നു. അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി പോയ അനിയനാണ്. പക്ഷെ അമ്മ നിൽക്കെ അനിയൻ മരിച്ചു. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ട് ആൻമേരി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കുറച്ച് നോക്കാം. അവൻ എൻ്റെ വീട് കുറച്ച് അപ്പുറയാണ്. ഞാൻ പുതുപ്പരിയാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ അവനും അമ്മയും അന്ന് അവിടെ ഉണ്ടായിരുന്നു സംഭവം നടക്കുന്ന ദിവസം. അപ്പൊ അന്ന് വൈകിട്ട് പപ്പ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ പോരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കണത്. ഇപ്പൊ ഈ വീഡിയോ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് വന്നിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഏണിംഗ് ഉള്ള ആൻമേരിയുടെ ഇവർ ഈ കാടിൻ്റെ ഉള്ളിൽ താമസിക്കേണ്ടി വന്നത്? ആൻമേരിക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഉള്ള ആളല്ലേ, അച്ഛനെയും അമ്മേനെയും നല്ല രീതിയിൽ നോക്കിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ഫസ്റ്റ് ആൻമേരി ഇവിടെ കൺവേ ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ആൻമേരിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് പോവുകയും ചെയ്യും. അപ്പം അന്ന് രാവിലെയും കൂടെ അവർ താമസിച്ചത് എവിടെയാണ്? ഈ പെർട്ടിക്കുലർ സ്ഥലത്താണ്. എന്ന് വെച്ചാൽ ആൻമേരിയുടെ അനിയനും ആൻമേരിയുടെ അമ്മയും. അപ്പം അന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ വരുന്ന വഴിയാണ് എന്ത് സംഭവിച്ചത്, ഈ ഒരു കാര്യം സംഭവിച്ചത്. ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഇൻ്റർവ്യൂവിൽ ആൻമേരി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, അവർക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും അവരുടെ വീട് ഇവിടെ വെറുതെ കിടക്കുകയാണല്ലോ, പൂട്ടി കിടക്കുകയാണല്ലോ എന്നുള്ളൊരു വിഷമമാണുള്ളത്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്ന് നിൽക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മേനെ ശ്രദ്ധിച്ചാൽ അറിയാം. അവർ നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ വീട് ഇങ്ങനെ പൂട്ടിയിടുക എന്ന് പറയുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ കറണ്ടും ഇല്ല, ചെറിയൊരു മഴച്ചാറ്റലും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാധാരണ ഇവർ എത്തിയ ഉടനെ എന്നെ വിളിക്കും, വീടെത്തി എന്ന് പറയാം. കുറെ നേരമായിട്ടും വിളിയൊന്നും കാണാതായപ്പോ ഞാൻ ആദ്യം അമ്മയ്ക്ക് ഫോണില്ല, അപ്പൊ അവന്റെ നമ്പറിലേക്ക് ഞാൻ ആദ്യം ഫോൺ വിളിച്ചു. അപ്പൊ ഫോൺ എടുക്കണേ ഇല്ല. ഒരു 7:30 ആയപ്പോഴാണ് വിളിച്ചത്, ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ എത്തിയിട്ട് ഫോൺ സൈലന്റ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കോള് കാണുമ്പോൾ തിരിച്ചു വിളിക്കായിരിക്കും വന്നു. അതേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുള്ള ഒരാള് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൻമേരി കോള് കണക്ട് ചെയ്യുമ്പോൾ അവർ കോൾ എടുക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളുടെ വീട്ടിൽ നിന്ന് രാവിലെ നമ്മളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ തലേ ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് പോവുക, അന്ന് വൈകുന്നേരം അവർക്ക് എന്തേലും പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആൻമേരിനെയൊക്കെ എന്താ പറയുക, വലിയൊരു മെൻ്റൽ ട്രോമയെ കൂടിയാണ് കടന്നു പോയിട്ടുള്ളത്. കാരണം ഞാൻ ഈ യൂട്യൂബ് അത്യാവശ്യം യൂട്യൂബ് ഹോളിക് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് എപ്പോഴും നോക്കുന്നതാണ്. ഞാൻ എപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് നോക്കുകയാണെങ്കിലും ഞാൻ കാണുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അവരുടേതായ രീതിയിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരാഴ്ച അല്ലെ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും ചാനലിലോട്ട് വരും, വീഡിയോ എടുക്കും, വീണ്ടും ആക്റ്റീവ് ആവും. ആൻമേരിയിൽ ഞാനത് കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ ലോങ് ബ്രേക്കിന് ശേഷമാണ് ആളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇപ്പോഴും
ആ ഒരു മെൻ്റൽ ട്രോമയിൽ നിന്നിട്ട് ആൾക്ക് റിക്കവർ ആവാൻ സാധിച്ചിട്ടില്ല. 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് വിളിച്ചു. അപ്പൊ ഞാൻ എത്തിന്ന് പറയാനാണ് വിളിക്കുന്നത്. ഫോൺ എടുത്തപ്പോ അമ്മയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. അമ്മ കരയുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഇടയ്ക്ക് എന്നെ പറ്റിക്കണ സ്വഭാവമുണ്ട്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ, അല്ലെങ്കിൽ വീട്ടിലാവനും അമ്മയായിട്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ വെറുതെ ഉണ്ടാവുമ്പോ എന്നെ ഇങ്ങനെ വിളിച്ച് പറ്റിക്കണം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ അവര് പറയുന്നതായിരിക്കും വിചാരിച്ചു. അപ്പൊ അമ്മ ആൻമേരിയുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാവും. കാരണം പൊതുവേ ഇങ്ങനൊരു സ്വഭാവം ഉണ്ട്, ആൻമേരിയെ ഇങ്ങനെ പറ്റിക്കുക, കളിപ്പിക്കുക. അപ്പം തന്നെ ആലോചിക്കുക അവരുടെ ഫാമിലി എത്രത്തോളം ക്ലോസ് ആണ്, കണക്റ്റഡ് ആണ്, ഒരുമിച്ച് ജോയിൻ്റായി നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ള. അപ്പം ആൻമേരിയെ സംബന്ധിച്ച് ഇത് അവർ ഫസ്റ്റ് ടൈം അവർക്ക് ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തൻ്റെ ഇങ്ങനൊരു വിളിച്ച് കരയുമ്പോഴും ഇതെന്തോ ഒരു തമാശയാണ്, ഇതൊരു ജോക്കാണ് എന്ന രീതിയിലാണ് ആൻമേരി എടുത്തിട്ടുള്ളത്. അപ്പൊ അമ്മ കരച്ചിൽ നിൽക്കുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ അമ്മ പറയണൊന്നും മനസ്സിലാവണില്ല. പിന്നെയാണ് അമ്മ പറഞ്ഞത്, എടി ആന ഇതാക്കി, കുഞ്ഞനങ്ങുന്നില്ല, കുട്ടനാ ഞങ്ങൾ വിളിക്കാവനെ, കുട്ടൻ അനങ്ങണില്ല, നീ വേഗം ഓടി വാ, ആരോടെങ്കിലും വിളിച്ച് പറ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഏട്ടൻ വണ്ടി എടുത്ത് പോയി. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് ആ അമ്മയുടെ ഒരു എന്താ പറയുക, ബോൾനെസ് ആണ്. അമ്മയുടെ ഒരു ബോൾനെസ്സാണ്. കാരണം ഇരിടത്ത് അമ്മയും മോനും കൂടെ ഒരുമിച്ച് പോവാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നുണ്ട് അമ്മേനെയാണ് ആദ്യം ആന എന്ത് ചെയ്യുന്നത്, ഇടിക്കുന്നത്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് എന്ത് പൊയ്ക്കോ എന്ന് മോൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടോട്ട് ഓടാണ്ട് അമ്മേനെ സേവ് ചെയ്യാൻ വേണ്ടി അവൻ തിരിച്ചു ഓടിയ സമയത്താണ് ആന ഇവനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി അമ്മയ്ക്ക് കുറേ പരിക്കൊക്കെ കിട്ടി, പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പം ബെഡ് റെസ്റ്റിലുള്ള അമ്മയാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ അമ്മയ്ക്ക് എത്ര പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാം. അമ്മേൻ്റെ ഒരു പേടി, ഒരു ടെൻഷൻ, ഒരു മെൻ്റൽ ട്രോമ, അല്ലെങ്കിൽ സ്വന്തം മകനെ ഉപദ്രവിക്കുന്നത് കാണേണ്ടി വന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മകനെ വിളിച്ചിട്ട് മകൻ അനങ്ങുന്നില്ല, ഈ സിറ്റുവേഷനിൽ കൂടിയൊക്കെ കടന്നു പോയ അമ്മ ആ ടൈമിൽ വേഗം തന്നെ ഫോൺ എടുത്ത് മോളെ വിളിച്ച് ഇത് കാണിച്ചെങ്കിൽ ഷീ ഈസ് വെരി ബോൾഡ് ആൻഡ് ഷീ ഈസ് വെരി പവർഫുൾ. എനിക്ക് പറ്റില്ല, സത്യസന്ധമായി പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ ഒരു സെക്കൻഡ് അങ്ങ് ഷോക്കായി പോകും. പല്ലി അലിച്ച് ഞാൻ എപ്പോഴും പറയുന്നത്, വീട്ടിൽ കള്ളന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കള്ളനെ കണ്ടാലും കള്ളൻ്റെ ഒച്ച കേട്ടാലും എനിക്ക് പുറത്തോട്ട് സൗണ്ട് വരില്ല എന്ന്. ഷീസ് എ വെരി ബോൾഡ് ഗേൾ. അങ്ങനെ അറിയിച്ചതിൽ രക്ഷിക്കാൻ പറ്റും, അല്ലെ അവരെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കാം എന്നൊരു വിശ്വാസത്തിലായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് അവരവിടെ എത്തുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ അവിടെ നിന്ന് എത്തി. സമയമൊന്നും വൈകിട്ടായിരുന്നില്ല കൊണ്ടുപോകാനും. അപ്പം തന്നെ ഏട്ടൻ പോയതും രക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അപ്പം ആൻമേരിയെ സംബന്ധിച്ച് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിയാലിറ്റിയാണത്. കാരണം ഞാൻ ഇതിൻ്റെ ഫുൾ ഭാഗമൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. കാരണം എനിക്കിതിങ്ങനെ വേർഡ് ബൈ വേർഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് പറയാൻ തോന്നില്ല. കാരണം ഒരു ആങ്ങള പെങ്ങൾ ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് ആങ്ങള പെങ്ങൾ ഉള്ളവർക്കേ അറിയും. നമ്മളെപ്പോഴും പറയും ലേഡീസ് ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ ഏട്ടൻ അനിയൻ അടിപൊളിയാണ്. പക്ഷെ അതിലും വൈബാണ് ഒരു ഏട്ടൻ പെങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഏട്ടൻ എത്ര നമ്മളോട് കമ്പനി ആണെങ്കിലും ജോലിയാണെങ്കിലും, ഇപ്പം എൻ്റെ ഏട്ടൻ ഇപ്പോൾ ഞാനിവിടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവനോട് ഉണ്ടെങ്കിൽ നേരെ വന്ന് എൻ്റെ തലക്കിട്ടൊന്ന് അടിച്ചിട്ടാണ് പോവുക. എന്നാൽ എന്നെ ചീത്ത പറയേണ്ട സിറ്റുവേഷനിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട്, സ്ട്രോങ് ആവേണ്ട സിറ്റുവേഷനിൽ ആൾ സ്ട്രോങ് ആയി നിന്നിട്ടുണ്ട്, എന്നാൽ കമ്പനി ആവേണ്ട സിറ്റുവേഷനിൽ കമ്പനി ആയിട്ടുണ്ട്, എന്നാൽ എൻ്റെ കൂടെ ഓടി കളിക്കേണ്ട സിറ്റുവേഷനിൽ ഓടി കളിച്ചിട്ടുമുണ്ട്. അതാണ് ഈ ആങ്ങള ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ ഒരാങ്ങളയിലുപരി നമുക്കവിടെ കാണാൻ പറ്റുന്നത് നമ്മളുടെ അച്ഛൻ, അല്ലെങ്കിൽ നമ്മളെ അച്ഛനോളം കെയർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നമ്മളുടെ ആങ്ങള എന്ന് പറയുന്നത്. ഇവരുടെ ഇടയിലുണ്ടാകുന്ന ബോണ്ട് ഭയങ്കര വലുതാണ്. ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PG വന്നു. ഇപ്പോൾ PG 2 കൊല്ലവും പിന്നെ എൻ്റെ ജോലീൻ്റെ ഒരു ഫേസ് വരെ ഞാനും ബ്രദറും ഫാദറും മദറും പിന്നെ അച്ഛമ്മ ഉണ്ടായിരുന്ന അച്ഛമ്മ അമ്മമ്മ ഞങ്ങൾ മാത്രമായിട്ട് എപ്പോഴും വീട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഏട്ടൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളുടെ തല്ലുണ്ട്, വഴക്കുണ്ട്, കച്ചറയുണ്ട്, സീരിയസ് ഉണ്ട്, ഫുഡുണ്ട്, അങ്ങനെ ഞങ്ങളുടേതായ എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും ഉണ്ട്. പക്ഷേ പെട്ടെന്നാണ് ഒരു ഫേസ് വന്നത്, അവനിങ്ങനെ ജോലിയൊക്കെ എൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്.
അപ്പം ഒരു 1 വീക്ക് ലൈക്ക് 2 മന്തായി പറയുന്നു ഞാൻ നെക്സ്റ്റ് മന്ത് പോകുന്നു. അപ്പം ഞാൻ ഇതൊന്നും വലിയ സീരിയസ് ഒന്നും ആക്കി എടുത്തില്ല. ഞാൻ തലേ ദിവസവും പറയുന്നുണ്ട് ഒട്ടും കരയണ്ട കേട്ടോ എനിക്കറിയാം നിനക്ക് സങ്കടമാണ്, നിൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. കരച്ചിലല്ല സോറി, അവനെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ രാവിലെ പുലച്ചയ്ക്കൊക്കെയാണ് പോകുന്നത്. ഇടത്തിയമ്മയും ഉണ്ട്. സോ ഐ വാസ് വെരി ഹാപ്പി. കാരണം അവൻ ഒറ്റയ്ക്കല്ല, വൈഫ് ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും ജോളിയാവുമെന്ന് എനിക്കറിയാം. ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞ് ഒരു ബാംഗ്ലൂർ എത്തി. ഐ മീൻ 6 hour ഇത് എത്തിക്കഴിഞ്ഞ് എന്നെ വിളിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയും സങ്കടവും എല്ലാം കൂടെ വരുന്നുണ്ട്. ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ കരഞ്ഞ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏട്ടൻ തന്നെ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും. അത് നീ പോയത് എനിക്ക് ഇഷ്ടമായില്ലൊട്ടു, നീ തിരിച്ച് വാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു. അപ്പം പോയി കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ അവൻ ബാംഗ്ലൂരിൽ പോയി നിൽക്കുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക ലൈക്ക് ഹൗ മച്ച് വി ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. സോ ആൻമേരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ട്രോമയാണ്. ഈവൻ ആൻമേരി തന്നെ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും കരയുന്ന സമയത്ത് എനിക്കിത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ കടിച്ച് പിടിച്ച് മുറുക്കി നിൽക്കുകയാണ് എന്നുള്ളത്. ആ ഒരു പ്ലേസ് വേറൊരാൾക്കും കവറപ്പ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും കസിൻസ് ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും നമ്മളുടെ ബ്രദറിൻ്റെ സ്പേസ്, നമ്മളുടെ ബ്രദർ നമുക്ക് തരുന്ന ഒരു ടൈം, കൺസേൺ എന്ന് പറയുന്ന ഒരു സാധനമൊന്നും ഈ ലൈഫിൽ വേറൊരാൾക്കും തരാൻ പറ്റില്ല എന്നുള്ളത് ഐ എം 100% ഷുവർ. ആൻഡ് ആൻമേരിയുടെ ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ബട്ട് ചില റിയാലിറ്റികൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് ലൈഫ്. ഇത് നമുക്ക് മാറ്റി കൊണ്ടുവരാനോ വേറൊരു രീതിയിൽ കൊണ്ടുവരാനോ നമ്മളെ കൊണ്ടൊരിക്കലും സാധിക്കില്ല. സോ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മൾ ഒരു മെമ്മറിയിൽ നിന്നും നമുക്കങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു വരാൻ പറ്റില്ല. എല്ലാ മെമ്മറീസും ഈസ് എ പാർട്ട് ഓഫ് എ ലൈഫ്. പക്ഷേ ചിലപ്പോൾ മെമ്മറി ആർ ദ മോസ്റ്റ് പെയിൻഫുൾ തിങ് എന്ന് പറയുന്ന പോലെ ഇൻ്റർവ്യൂവിൽ ഫുള്ള് അനിയൻ്റെയും ആൻമേരിൻ്റെയും ബോണ്ടും അവരുടെ കറക്കവും അവരുടെ എൻജോയ്മെൻറ്റും അവരുടെ ജോളിയും ഒക്കെ ഇങ്ങനെ ആൻമേരി പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷേ ഐ ബിലീവ് ഡേ ആൻമേരിക്കെല്ലാം റിക്കവർ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന മേലധികാരികളോട് നിങ്ങളിതൊരിക്കലും ഒരു ചെറിയ സംഭവമായി കാണരുത്. ചെറിയ സംഭവമായി കാണരുത്. ആന കുത്തിക്കൊന്നിട്ട് 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ജീവനോളം വിലയൊന്നുമില്ല ഈ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും എന്ന് പറയുന്നത്. അതൊരു കീറ നോട്ട് മാത്രമാണ്. എത്രയോ കേസസ് കാണാൻ പറ്റും. നിങ്ങൾ വയനാടിൻ്റെ സർവേ മാത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കേസസ് കാണാൻ പറ്റും. ഒരുപാട് മരണനിരക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് ഗോസ് ലൈക്ക് എ സർക്കിൾ. ഇതിനൊരു മാറ്റവും ഇല്ല, ഒരു കുറവുമില്ല, കൂടുതൽ മാത്രമേ ഉള്ളൂ. മൃഗങ്ങളാണ്, അവർ ജീവിക്കേണ്ട സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പുറമൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരാളും കാടിൻ്റെ ഉള്ളിൽ പോയി നിൽക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇതിന് വേണ്ട, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഓൾ ദി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ ദയവ് ചെയ്ത് സീരിയസ് ആയി കണ്ടിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളും കാര്യങ്ങളും വളരെ സ്പീഡായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഒന്നിൻ്റെ ജീവൻ കൊണ്ടാണ് ഇത് എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.